നമസ്കാരം. NCTV വാർത്തകളുമായി ഞാൻ സെബി ജോർജ് തെക്കൂടൻ. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. പാലപ്പിള്ളിയിൽ പുലിയുടെ സാന്നിധ്യം നിരന്തരമുണ്ടാവുന്നതോടെ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ച് വനംവകുപ്പ്. കാരികുളം, മുപ്പിളി, കുണ്ടായി എന്നിവിടങ്ങളിലാണ് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചത്. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ അനധികൃതമായി സ്ഥാപിച്ചിട്ടുള്ള പരസ്യ ബോർഡുകളും ബാനറുകളും നീക്കം ചെയ്തു. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി. വരന്തരപ്പള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും 5 വയസ്സുകാരന് മരുന്ന് മാറി നൽകിയതായി പരാതി. പറപ്പൂക്കര പള്ളിയിലെ വിശുദ്ധ ലോന മുത്തപ്പന്റെ തിരുനാൾ ഭക്തി നിർഭരമായി ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ നിരവധി ആളുകളാണ് എത്തിയത്. തെങ്ങ് മുറിക്കാൻ മുകളിൽ കയറിയിരുന്ന ആൾ തെങ്ങുമറിഞ്ഞു വീണ് മരിച്ചു. വാർത്തകൾ വിശദമായി. പാലപ്പിള്ളിയിൽ പുലിയുടെ സാന്നിധ്യം നിരന്തരമുണ്ടാവുന്നതോടെ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ച് വനംവകുപ്പ്. ഒരാഴ്ചക്കിടെ 3 തവണ പുലി ഇറങ്ങി 3 പശുക്കുട്ടികളെയും 1 മാനിനെയും പിടികൂടിയ പശ്ചാത്തലത്തിലാണ് വനംവകുപ്പിന്റെ നീക്കം. പ്രദേശത്ത് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ച പുലിയുടെ സാന്നിധ്യം വീണ്ടും സ്ഥിരീകരിച്ചതിനു ശേഷം കൂട് സ്ഥാപിക്കുന്നതിനുള്ള നടപടികളിലേക്ക് കടക്കാനാണ് വനം വകുപ്പിന്റെ ശ്രമം. ഇതിനായി കാരിക്കുളം, മുപ്പിളി, കുണ്ടായി എന്നിവിടങ്ങളിലാണ് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചത്. വെള്ളിക്കുളങ്ങര റേഞ്ചിന്റെ പരിധിയിൽ വരുന്ന കാരിക്കുളത്ത് തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പാഡുകൾക്ക് സമീപവും കന്നാറ്റുപാടം സ്കൂളിന് സമീപവുമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പശുക്കുട്ടിയെ പുലി പിടികൂടിയത്. കാരിക്കുളം പഴയ റേഷൻ കടയ്ക്ക് സമീപം മാനിനെയും പുലി ആക്രമിച്ചിരുന്നു. തോട്ടങ്ങളിൽ മേഞ്ഞു നടക്കുന്ന കന്നുകാലികൾ വൈകിട്ടാണ് പാടികൾക്ക് സമീപം എത്തുന്നത്. രാത്രികളിൽ കന്നുകാലികളെ പുലി ആക്രമിക്കുന്നതും പതിവാണ്. പുലിയുടെ ആക്രമണം ഭയന്ന് വീട്ടുകാർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. അടച്ചുറപ്പില്ലാത്ത ഒറ്റമുറി പാടികളിൽ താമസിക്കുന്ന തോട്ടം തൊഴിലാളികളും ആദിവാസികളും ഏറെയുള്ള പ്രദേശത്താണ് നിരന്തരം പുലി ഇറങ്ങുന്നത്. 2 ആഴ്ച മുൻപ് കുണ്ടായി ചൊക്കന ഭാഗത്ത് റോഡ് മുറിച്ചു കടന്ന പുലിയെ അതുവഴി വന്ന കാർ യാത്രക്കാർ കണ്ടിരുന്നു. അതേസമയം തോട്ടങ്ങളിൽ മേഞ്ഞു നടക്കുന്ന കന്നുകാലികൾ പ്രദേശത്ത് ഉണ്ടാകുന്നതാണ് പുലി ജനവാസ മേഖലയിലേക്ക് നിരന്തരം എത്താൻ കാരണമെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. അലഞ്ഞു നടക്കുന്ന കന്നുകാലികളെ മാറ്റി സംരക്ഷിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് വരന്തരപ്പള്ളി പഞ്ചായത്തിന് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ജോബിൻ ജോസഫ് കത്തു നൽകി. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ അനധികൃതമായി സ്ഥാപിച്ചിട്ടുള്ള പരസ്യ ബോർഡുകളും ബാനറുകളും നീക്കം ചെയ്തു. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി. പുതുക്കാട് സെന്ററിൽ റോഡിന്റെ ഇരുഭാഗങ്ങളിലും അനധികൃതമായി സ്ഥാപിച്ചവയാണ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ സ്ക്വാഡ് നീക്കം ചെയ്തത്. 5000 മുതൽ 10000 രൂപ വരെയാണ് പിഴ ഈടാക്കുന്നത്. ഗതാഗത തടസ്സം സൃഷ്ടിച്ചും കാഴ്ചമറച്ചും അനധികൃതമായി ബോർഡുകൾ സ്ഥാപിച്ചവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് പറഞ്ഞു. പഞ്ചായത്ത് നാഷണൽ ഹൈവേ അതോറിറ്റി ഉദ്യോഗസ്ഥർ, പോലീസ്, RTO, പൊതുമരാമത്ത് അധികൃതർ എന്നിവരുടെ സംയുക്ത യോഗം ചേർന്ന് സ്ക്വാഡ് രൂപീകരിച്ചിരുന്നു. തുടർന്ന് സമിതി നടത്തിയ പരിശോധനയിലാണ് അനധികൃതമായി ബോർഡുകൾ സ്ഥാപിച്ചവർക്ക് മുന്നറിയിപ്പ് നൽകുകയും പിഴ ചുമത്തുകയും ചെയ്തത്. കൂടാതെ കൂടുതൽ പരിശോധനകൾ നടത്തുന്നതിനും പിഴ ചുമത്തുന്നതിനും നിയമ നടപടികൾ ആരംഭിക്കുന്നതിനും അനധികൃത ബോർഡുകൾ ചെയ്യുന്നതിനു വേണ്ടി രൂപീകരിച്ച കമ്മിറ്റി തീരുമാനിച്ചു. വഴിയോരങ്ങൾ കേന്ദ്രീകരിച്ച് അനധികൃത കച്ചവടം നടത്തുന്നവർക്ക് ഒഴിയുവാനും നോട്ടീസ് നൽകിയിട്ടുണ്ട്. സമിതി അധ്യക്ഷൻ പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ്, കൺവീനർ പഞ്ചായത്ത് സെക്രട്ടറി ഉമ ഉണ്ണികൃഷ്ണൻ, ജൂനിയർ സൂപ്രണ്ട് MK വിജയൻ, ക്ലർക്ക് KJ ജിൻസി, ഓഫീസ് അറ്റൻഡന്റ് മുഹമ്മദ് റാഫി, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പ്രതിനിധികളായ ചിദംബരം, രാജഗോപാൽ, PWD ഓവർസിയർ ER ലിജി എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടന്നത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ പ്രത്യേകമായ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാഷണൽ ഹൈവേയിലും അതുപോലെ തന്നെ പൊതു ഇടങ്ങളിലും വെച്ചിട്ടുള്ള പരസ്യ ബോർഡുകൾ നീക്കം ചെയ്യാനായിട്ട് ഉള്ള ഒരു തീരുമാനം വന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ 5 മണിക്കകം എല്ലാ ബോർഡുകളും എടുത്തു മാറ്റാനായിട്ടാണ് ഒരു തീരുമാനം മിൻസാക്കി ഞങ്ങൾ രേഖപ്പെടുത്തുകയുണ്ടായി. പക്ഷേ പല ബോർഡുകളും മാറ്റിയെങ്കിലും വളരെയധികം ബോർഡുകൾ ഇപ്പോൾ മാറ്റാതെ വീണ്ടും ഇരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ന് ഞങ്ങൾ ജോയിൻ്റ് ആയിട്ടുള്ളൊരു ഇൻസ്പെക്ഷനിലൂടെ അവർക്ക് ഫൈൻ ഇമ്പോസ് ചെയ്യാണ്. ഫൈൻ അടയ്ക്കാനുള്ള നിർദ്ദേശം കൊടുത്തുകൊണ്ടുള്ള ബോർഡുകൾ പഞ്ചായത്ത് എടുത്തു മാറ്റി. വരന്തരപ്പള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും 5 വയസ്സുകാരന് മരുന്ന് മാറി നൽകിയതായി പരാതി.
കാരികുളം കുളത്തിലെ വളപ്പിൽ കബീറിന്റെ മകൻ 5.5 വയസ്സുള്ള ഇഷാന് ഡോക്ടർ എഴുതി നൽകിയ ഗുളിക ഫാർമസിസ്റ്റ് തെറ്റി നൽകിയതായി പരാതി ഉയരുന്നത്. ഈ മാസം 3-ാം തീയതിയാണ് സംഭവം. മുണ്ടിനീരിനെ തുടർന്നാണ് വരന്തരപ്പള്ളി പൗണ്ടിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കുട്ടിയെ കൊണ്ട് കുടുംബം ചികിത്സയ്ക്കെത്തിയത്. 5 ദിവസം മരുന്ന് കഴിക്കുകയും ചെയ്തു. കുട്ടിയുടെ ആരോഗ്യനില വീണ്ടും വഷളായതിനെ തുടർന്ന് കാരികുളം എസ്റ്റേറ്റിലെ ആശുപത്രിയിൽ ചികിത്സ തേടുകയായിരുന്നു. പിന്നീടാണ് കുട്ടി കഴിച്ചിരുന്നത് പ്രമേഹത്തിനുള്ള മരുന്നാണ് എന്ന് കണ്ടുപിടിച്ചത്. കടുത്ത തലവേദനയും ഛർദിയും ഉണ്ടായതോടെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വിദഗ്ധ ചികിത്സ തേടി. മരുന്ന് മാറിയ സംഭവത്തിൽ പിതാവ് DMOയ്ക്കും മെഡിക്കൽ സൂപ്രണ്ടിനും പരാതി നൽകി. കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടു. കഴിഞ്ഞ 3-ാം തീയതിയാണ് കുട്ടിക്ക് മുണ്ടിനീരിന്റെ പ്രശ്നമായിട്ട് ഞാൻ കല്ലാരക്കുന്ന് കുടുംബാരോഗ്യ കേന്ദ്ര ആശുപത്രിക്ക് പോണത്. അപ്പോൾ കുട്ടീനെ കൊണ്ടാണ് പോയത്. അപ്പോൾ ഇവിടുത്തെ മെമ്പറെ വിളിച്ച് ചോദിച്ചപ്പോൾ ഡോക്ടറെ എന്തായാലും അറിയിക്കണം പറഞ്ഞ് അങ്ങനെ നമ്മൾ ഡോക്ടറെ പോയി കാണാനുണ്ടായത്. അപ്പോൾ ഡോക്ടർ അവിടെ പോയി കണ്ടപ്പോൾ ഡോക്ടർ നമുക്ക് കുട്ടിക്ക് കുറച്ച് ഗുളിക എഴുതി തന്നു. ഗുളിക എഴുതി തന്ന ഒരു 7 ഗുളികയാണ് ഡോക്ടർ ഈ സ്ലിപ്പിൽ എഴുതിക്കണത്. അപ്പോൾ ഡോക്ടർ എഴുതി തന്ന ഗുളിക നമ്മൾ അവിടുന്ന് 4 ഗുളിക അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്നും കിട്ടി. 3 മരുന്ന് പുറത്തുനിന്ന് മേടിക്കാനാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ മേടിച്ചുകൊണ്ട് ഈ മരുന്നും കൊടുക്കണ്ടായിരുന്നു. ഒരു 3 ദിവസം കുട്ടി ഗുളിക കുടിച്ചു. 4-ാം ദിവസം കുട്ടിക്ക് ഛർദിയും അതേപോലെ തലവേദന അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുട്ടി ആകെ ക്ഷീണിച്ചു. അപ്പോൾ നമ്മൾ ഇവിടെ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നതിൻ്റെ ഒരു ഇത്തുണ്ട്. അവർ വന്ന് ഗുളിക നോക്കട്ടെ പറഞ്ഞു. ഗുളിക നോക്കിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ആ ഗുളികയിൽ ഒരു ഗുളിക BP-യുടെ ഗുളികയാണ് ഇതിൽ വെച്ചിരിക്കണത്. അതായത് ഡോക്ടർ എഴുതിയതിൽ ഒരു ഗുളിക BP-യുടെ ഗുളികയാണ്. ഡോക്ടർ എഴുതിയെടുത്ത് തെറ്റില്ല, അവിടുന്ന് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് എടുത്ത് തന്ന സ്ഥലത്ത് തെറ്റിയതാണ്. വേദനയ്ക്ക് എന്ന് പറഞ്ഞ് ഇവർ എഴുതിയ ഗുളികയാണ് BP-യുടെ 40 മില്ലിഗ്രാമിൻ്റെ ഗുളിക. അപ്പോൾ ഇതിനെ തുടർന്ന് ഞാൻ ഹോസ്പിറ്റലിൽ പോയി ചോദിക്കേണ്ടായത് ഗുളിക കുട്ടിക്ക് ഇത്രയും അതായത് 4-5 വയസ്സായ എൻ്റെ കുട്ടിക്കാണ് വേദനയുടെ ഗുളികയ്ക്ക് പകരം അവർ തന്നത് BP-യുടെ ഗുളിക. അപ്പോൾ കുട്ടിക്ക് ഇത് കഴിച്ച് വല്ലതും സംഭവിക്കുകയാണെങ്കിലും അവർ പോയി മെഡിസിനിൽ പോയി ചോദിച്ചപ്പോൾ ഫാർമസിയിൽ മരുന്ന് തന്ന ആളോട് പോയി ചോദിച്ചപ്പോൾ അവർ ഈ ആള് പറഞ്ഞത് ഈ ഗുളിക അവിടുന്ന് തന്ന ഗുളിക അല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടുത്തെ കല്ലാരക്കുളത്തെ മെഡിക്കൽ ഓഫീസറിനും DMOക്കും ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പരാതി അവർ സ്വീകരിച്ച് വേണ്ട നടപടികൾ എടുക്കണമെന്നുള്ളത് എനിക്ക് പറയാനുള്ളത്. പറപ്പൂക്കര സെന്റ് ജോൺ ഫൊറോന പള്ളിയിലെ വിശുദ്ധ ലോന മുത്തപ്പന്റെ തിരുനാൾ ഭക്തി നിർഭരമായി. രാവിലെ നടന്ന ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ആൻജോ പുത്തൂർ മുഖ്യ കാർമ്മികനായി. ഫാദർ സിജു കൊമ്പൻ സന്ദേശം നൽകി. ഉച്ചതിരിഞ്ഞ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം തിരുനാൾ പ്രദക്ഷിണം ഉണ്ടായിരുന്നു. ഭക്തി നിർഭരമായ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ നിരവധി ആളുകളാണ് എത്തിയത്. വികാരി ഫാദർ ജോയ് പെരേപ്പാടൻ, ജനറൽ കൺവീനർ ബിജു പല്ലിശ്ശേരി, സെക്രട്ടറി വർഗീസ് ആലപ്പാട്ട്, ട്രസ്റ്റിമാരായ യോഹന്നാൻ വടക്കേത്തല, നിജോഷ് അക്കരക്കാരൻ, അസിസ്റ്റന്റ് വികാരി ഫാദർ ക്ലിന്റൺ പെരിഞ്ചേരി, ഫിനാൻസ് കൺവീനർ ജോസ് അന്തിക്കാടൻ, PRO സൈമൺ പുതുപ്പള്ളിപ്പറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി. ഈ മാസം 23-ന് പാട്ടുകുർബാനയും നേർച്ചയൂട്ടും കുഞ്ഞുങ്ങൾക്കുള്ള ചോറൂട്ടും നടക്കും. തെങ്ങ് മുറിക്കാൻ മുകളിൽ കയറിയിരുന്ന ആൾ തെങ്ങ് മറിഞ്ഞു വീണ് മരിച്ചു. 3 മുറി ഒമ്പുതുങ്ങൽ കലങ്ങോല വീട്ടിൽ 62 വയസ്സുള്ള ജോസാണ് മരിച്ചത്. വ്യാഴാഴ്ച ഉച്ചയോടെയാണ് സംഭവം. ഒമ്പുതുങ്ങലിലെ സ്വകാര്യ പറമ്പിൽ തെങ്ങ് മുറിക്കുന്നതിനിടെയാണ് അപകടം. ഉടൻ സെന്റ് ജെയിംസ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. വെള്ളിക്കുളങ്ങര പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. ആനിയാണ് ജോസിന്റെ ഭാര്യ. ആൻഡോ, ജിൻസി എന്നിവർ മക്കളും ജോസന, ആൻഡോ എന്നിവർ മരുമക്കളുമാണ്. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 11-ന് 3 മുറി പള്ളിയിൽ നടക്കും. അതിരപ്പള്ളി വെറ്റിലപ്പാറയിൽ ജനവാസ മേഖലയിൽ ചീങ്കണ്ണിക്കുഞ്ഞ്. വെറ്റിലപ്പാറ ജംഗ്ഷന് സമീപം തോട്ടിലൂടെയാണ് ചീങ്കണ്ണിക്കുഞ്ഞ് ജനവാസ മേഖലയിൽ എത്തിയത്. വ്യാഴാഴ്ച രാവിലെയാണ് വെറ്റിലപ്പാറയിൽ വരടക്കയം എന്ന സ്ഥലത്ത് തോട്ടിൽ അലക്കാനെത്തിയ സ്ത്രീകൾ തോടിന് സമീപം ചീങ്കണ്ണിക്കുഞ്ഞിനെ കണ്ടത്. വെറ്റിലപ്പാറ സ്വദേശി സിനോഷ് പുല്ലൂർക്കാട്ടാണ് ദൃശ്യങ്ങൾ പകർത്തിയത്. ചാലക്കുടി പുഴയിലെ വെറ്റിലപ്പാറ മേഖലയിൽ വ്യാപകമായി ചീങ്കണ്ണിക്കുഞ്ഞുങ്ങളെ കാണുന്നതായി നാട്ടുകാർ പറയുന്നു. ഇലകൾ മഞ്ഞ, പൂക്കൾ പച്ച എന്ന ചിത്രരചന ക്യാമ്പിലെ ചിത്രങ്ങൾ ഇനി പുര ആർട്സ് സ്റ്റുഡിയോയിലേക്ക്. ചിത്രകലാ അധ്യാപിക പ്രിയ ഷിബുവിന്റെ നേതൃത്വത്തിൽ കോടാലി മാങ്കുറ്റിപ്പാടത്താണ് ആർട്ട് സ്റ്റുഡിയോ ഒരുക്കിയിരിക്കുന്നത്.
കേരള ലളിത കലാ അക്കാദമി ചെയർപേഴ്സൺ മുരളി ചിരോത്ത് സ്റ്റുഡിയോ ഉദ്ഘാടനം ചെയ്തു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി അധ്യക്ഷത വഹിച്ചു. കവി വർഗീസ് ആന്റണി, മറ്റത്തൂർ പഞ്ചായത്ത് അംഗം ശിവരാമൻ പോതിയിൽ, സീനിയർ ഫോട്ടോഗ്രാഫർ സുനിൽ സബര്യ എന്നിവർ സന്നിഹിതരായി. മെയ് 10 മുതൽ 12 വരെ സംഘടിപ്പിച്ച ചിത്രകലാ ക്യാമ്പിൽ പങ്കെടുത്തവരുടെ 40ഓളം ചിത്രങ്ങളാണ് സ്റ്റുഡിയോയിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. കലാകാരന്മാർക്ക് സ്വതന്ത്രമായി വരയ്ക്കാനുള്ള സൗകര്യവും ഇവിടെയുണ്ട്. ചിത്രങ്ങൾ സ്റ്റുഡിയോയിൽ പ്രദർശിപ്പിക്കുകയും ചെയ്യും. എൻ്റെ ഒരു ചെറുപ്പകാലത്തിലോട്ട് പോകുന്നതിൻ്റെ ഒരു പ്രതീതിയാണ് കിട്ടുന്നത്. കാരണം 10ാം ക്ലാസ് വരെ ഇലക്ട്രിസിറ്റി പോലും ഇല്ലാതിരുന്ന ഒരു വില്ലേജിൽ ജനിച്ച ഒരു പയ്യനാണ് ഞാൻ. 10ാം ക്ലാസ്സിൽ പരീക്ഷയൊക്കെ എഴുതുന്ന സമയത്ത് നേരം വെളുക്കുമ്പോൾ മൂക്ക് കഴുകുമ്പോൾ ഒരുപാട് കരി പുറത്തു വന്നിരുന്നൊരു സമയം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കും. ഇത്തരത്തിലൊരു വേദി, ഒരു വില്ലേജ് ഇത്തരത്തിൽ ട്രാൻസ്ഫോം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഒരു വലിയ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കലയെക്കുറിച്ച് പറയുമ്പോൾ കല നമുക്ക് വീട്ടിലിരുന്ന് ഒളിച്ചോടാൻ സഹായിക്കുന്ന ഒരു സംഗതിയാണെന്ന് മഹാനായിട്ടുള്ള പലരും പറഞ്ഞിട്ടുണ്ട്. നാടിനെ ഒരു ഉത്സവമാക്കി മാറ്റിക്കൊണ്ട് ഈ പ്രദേശത്തെ വളരെ മനോഹരമാക്കി വളരെ നല്ല രീതിയിൽ നിങ്ങളുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കി തരികയും ആ സാഹചര്യത്തെ വേണ്ട വിധം പ്രയോജനപ്പെടുത്തിയ കുട്ടികൾക്കും അതിനു വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ, അവർക്ക് വേണ്ടിയിട്ടുള്ള മറ്റ് പ്രോത്സാഹനങ്ങൾ നൽകിയ രക്ഷകർത്താക്കൾക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും. ഒരു പുറത്തേക്കുള്ള ഒരു വരവാണ് നമ്മൾ ഇതിനകത്തൊക്കെ കണ്ടത്. ഇപ്പം നിങ്ങൾ ഇവിടെ പലതരക്കാരാണ്. കുട്ടികൾ വരച്ചിട്ടുണ്ട്, അമ്മമാര് വരച്ചിട്ടുണ്ട്, അമ്മൂമ്മമാര് വരച്ചിട്ടുണ്ട്, അപ്പൂപ്പന്മാരും അച്ഛന്മാരും വരച്ചിട്ടുണ്ട് എന്ന് സംശയമാണ്. പിന്നെ കുട്ടികളും അമ്മമാരും അമ്മൂമ്മമാരാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതോടൊപ്പം നിന്നും ഒരു കലാസ്വാദകനായിട്ട് ആയിരുന്നു എൻ്റെ റോൾ. എന്തായാലും ഇങ്ങനെ ഒരു കലയെ ആസ്വദിക്കുന്നവർക്ക് എപ്പോൾ വേണമെങ്കിലും വന്ന് കാണാനും മനസ്സിലെ മറ്റ് സംഘർഷങ്ങളെയും സങ്കടങ്ങളെയും ഒക്കെ മാറ്റി നിർത്താൻ പറ്റിയ വിധത്തിലുള്ള ഒരു അകം അല്ലെങ്കിൽ ഒരു പുര ഇവിടെ ഒരുക്കി. സോഷ്യൽ മീഡിയ മീം ലോകം അടക്കി ഭരിക്കുന്ന മലയാള സിനിമയിലെ 5 കഥാപാത്രങ്ങൾ പറപ്പൂക്കരയിലുമെത്തി. മണിച്ചിത്രത്താഴ് സിനിമയിലെ കാട്ടുപറമ്പൻ, കൺകെട്ടിലെ കീലേരി അച്ചു, പഞ്ചാബി ഹൌസിലെ രമണൻ, ചട്ടമ്പിനാടിലെ ദശമൂലം ദാമു, ആടിലെ ഷാജി പാപ്പൻ എന്നിവരാണ് ഈ മീം താരങ്ങൾ. 2 ആൾ പൊക്കമുള്ള ട്രോളുകളിലെ സൂപ്പർ താരങ്ങൾ പറപ്പൂക്കര ഷഷ്ടിയോടനുബന്ധിച്ചുള്ള കാവടി എഴുന്നള്ളിപ്പിനൊപ്പമായിരുന്നു പങ്കെടുത്തത്. 23 കിലോഗ്രാമോളം ഭാരമുണ്ട് ഓരോ വേഷത്തിനും. ഗുരുവായൂരിലുള്ള സൗപർണിക കലാലയമാണ് ഇത്തരമൊരു വ്യത്യസ്ത മീം അവതരണത്തിന് പിന്നിൽ. ഉത്സവം അടക്കമുള്ള എല്ലാവിധ ആഘോഷങ്ങൾക്കും മിഴിവേകാൻ ഇവർ ഒരുക്കിയ ന്യൂജൻ പരിപാടിയാണിത്. എന്തായാലും 2 ആൾ പൊക്കമുള്ള ഈ മീം താരങ്ങളാണ് ആഘോഷവേളകളിലെ പുതിയ ട്രെൻഡ്. ഐതിഹാസിക കരിയറിന് അവസാനമാകുന്നു. വിരമിക്കൽ പ്രഖ്യാപിച്ച് സുനിൽ ഛേത്രി. അവസാന മത്സരം കുവൈറ്റിനെതിരെ. ഇന്ത്യയുടെ ഫുട്ബോൾ ഇതിഹാസം സുനിൽ ഛേത്രി അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കുന്നു. ജൂൺ 6-ന് കുവൈറ്റിനെതിരെ നടക്കുന്ന ലോകകപ്പ് യോഗ്യതാ മത്സരത്തിന് ശേഷം വിരമിക്കുമെന്ന് ഛേത്രി പ്രഖ്യാപിച്ചു. സോഷ്യൽ മീഡിയയിലൂടെയായിരുന്നു 39-കാരനായ താരത്തിന്റെ പ്രഖ്യാപനം. 2005 ജൂൺ 12-ന് പാകിസ്ഥാനെതിരെ സൗഹൃദ മത്സരത്തിലായിരുന്നു ഛേത്രിയുടെ അരങ്ങേറ്റം. ആ കളിയിൽ തന്നെ ഗോളും നേടി. കൊച്ചിയിലെ അയൂബ് സ്റ്റേഡിയത്തിൽ നടന്ന കളിയിൽ 65-ാം മിനിറ്റിലാണ് ഛേത്രി കന്നി ഗോൾ നേടിയത്. മത്സരം സമനിലയിൽ കലാശിച്ചു. ഇതുവരെ 150 മത്സരങ്ങളിൽ നിന്നായി 94 ഗോളുകൾ നേടിയിട്ടുണ്ട്. അന്താരാഷ്ട്ര ഫുട്ബോളിൽ സജീവമായി കളിക്കുന്നവരിൽ ഗോൾ നേട്ടത്തിൽ 3ാമതാണ് താരം. 2012 ഏഷ്യൻ കപ്പ് ചാലഞ്ച് കപ്പിലാണ് ഛേത്രി ആദ്യമായി നായകനാകുന്നത്. നെഹ്റു കപ്പിലടക്കം രാജ്യത്തെ കിരീടത്തിലേക്ക് നയിക്കാൻ ഛേത്രിക്കായി. ഇന്ത്യൻ സൂപ്പർ ലീഗിലും ഐ ലീഗിലും ബംഗളൂരു FC കിരീട നേട്ടത്തിലേക്ക് നയിച്ചു. രാജ്യത്തിനകത്തും പുറത്തുമായി 9 ക്ലബ്ബുകൾക്കായി കളിച്ചു. അമേരിക്കയിലെ മേജർ ലീഗ് സോക്കർ ക്ലബ് കൻസാസ് സിറ്റിക്കും പോർച്ചുഗലിലെ സ്പോർട്ടിംഗ് ലിസ്ബൺ റിസർവ് ടീമിനും വേണ്ടി കളിച്ചു. ഈസ്റ്റ് ബംഗാൾ, മോഹൻ ബഗാൻ, JCT, ഡെംബോ ഗോവ, ചിരാഗ് യുണൈറ്റഡ്, ചർച്ചിൽ ബ്രദേഴ്സ്, മുംബൈ സിറ്റി ടീമുകൾക്കായും ബൂട്ട് കെട്ടി. 2011 അർജുന പുരസ്കാരവും 2019 പത്മശ്രീ ബഹുമതിയും ലഭിച്ചു. 6 തവണ രാജ്യത്തെ മികച്ച ഫുട്ബോൾ താരമായി തെരഞ്ഞെടുക്കപ്പെട്ടു. AFC ചാലഞ്ച് കപ്പ്, സാഫ് കപ്പ്, നെഹ്റു കപ്പ് നേട്ടങ്ങളിലും പങ്കാളിയായി. ഇന്ത്യക്കായി കൂടുതൽ അന്താരാഷ്ട്ര മത്സരം കളിച്ചതിന്റെയും ഗോളുകൾ നേടിയതിന്റെയും റെക്കോർഡ് ഛേത്രിയുടെ പേരിലാണ്. 2019 കിങ്സ് കപ്പിൽ കുറോസോവയ്ക്കെതിരെ കളിക്കാനിറങ്ങിയപ്പോഴാണ് 107 മത്സരം എന്ന ബൈച്ചുങ് ബൂട്ടിയുടെ റെക്കോർഡ് ഛേത്രി മറികടന്നത്. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും 54,000 കടന്നു. ഒറ്റയടിക്ക് 560 രൂപയാണ് വർദ്ധിച്ചത്. 54,250 രൂപയാണ് 1 പവൻ സ്വർണത്തിന്റെ വില. ഗ്രാമിന് 70 രൂപയാണ് കൂടിയത്.
6,785 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. ഓഹരി വിപണിയിൽ ഉണ്ടായ ചലനങ്ങളും അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവിലയിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളുമാണ് വിലയെ സ്വാധീനിക്കുന്നത്. സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിലേക്ക് കൂടുതൽ പേർ എത്തുന്നതാണ് സ്വർണ്ണവില ഇപ്പോഴും 50,000-ന് മുകളിൽ നിൽക്കാൻ കാരണം. മാർച്ച് 29-ന് ആണ് സ്വർണ്ണവില ആദ്യമായി 50,000 കടന്നത്. കഴിഞ്ഞ മാസം 19-ന് 54,500 കടന്ന് സ്വർണ്ണവില സർവകാല റെക്കോർഡ് വിട്ടു. തുടർന്ന് വില കുറയുന്നതാണ് ദൃശ്യമായതെങ്കിലും പിന്നീട് വില തിരിച്ചു കയറിയിരുന്നു. കാലാവസ്ഥ. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. വരടിയം ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കെമിസ്ട്രി, ബോട്ടണി, കമ്പ്യൂട്ടർ, ഫിസിക്സ് എന്നീ വിഷയങ്ങളിൽ താൽക്കാലിക അധ്യാപകരെ നിയമിക്കുന്നു. ബന്ധപ്പെട്ട വിഷയങ്ങളിൽ PG, B.Ed, സെറ്റ് എന്നിവയാണ് യോഗ്യത. കമ്പ്യൂട്ടറിന് B.Tech, MSc, MCA ആണ് യോഗ്യത. ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റയും അസൽ സർട്ടിഫിക്കറ്റുകളുടെ ഒരു സെറ്റ് പകർപ്പുകളുമായി അഭിമുഖത്തിന് ഹാജരാകണം. മെയ് 21-ന് രാവിലെ 10-ന് കെമിസ്ട്രി, 10:30-ന് ബോട്ടണി, 22-ന് രാവിലെ 10-ന് കമ്പ്യൂട്ടർ, 12-ന് ഫിസിക്സ്. ഫോൺ 0487 2214 773 8547005022. കെൽട്രോണിന്റെ കുറ്റിപ്പുറം നോളജ് സെന്ററിൽ സർക്കാർ അംഗീകൃത കോഴ്സുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചു. ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിൻ്റനൻസ്, മെഷീൻ ലേണിംഗ്, അക്കൗണ്ടിംഗ് എന്നിവയാണ് കോഴ്സുകൾ. താല്പര്യമുള്ളവർ കുറ്റിപ്പുറത്തുള്ള കെൽട്രോൺ നോളജ് സെന്ററുമായി ബന്ധപ്പെടുക. ഫോൺ 0494 2697 288 8590 605276. ഭിന്നശേഷിക്കാർക്കുള്ള സവിശേഷ തിരിച്ചറിയൽ കാർഡുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ ഉൾപ്പെടുന്നവർക്കായി വെള്ളിയാഴ്ച കൊടകര ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് അദാലത്ത് സംഘടിപ്പിക്കുന്നു. രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ കൊടകര ഗ്രാമപഞ്ചായത്ത് ഹാളിലാണ് അദാലത്ത് നടക്കുന്നത്. അദാലത്തിൽ പങ്കെടുക്കുന്നവർ നിർബന്ധമായും ആധാർ കാർഡിന്റെ ഒറിജിനൽ, ഫോട്ടോ, നിലവിൽ കിട്ടിയ UDID കാർഡ് എന്നീ രേഖകൾ ഹാജരാക്കണം. മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റിന്റെ ഒറിജിനൽ ഉള്ളവർ അതും കരുതണം. ഭിന്നശേഷിയുള്ള ആളുകൾ നേരിട്ട് ഹാജരാകേണ്ടതില്ല. പകരം രേഖകൾ സഹിതം മറ്റൊരാൾക്ക് അദാലത്തിൽ പങ്കെടുക്കാവുന്നതാണ്. പുതുതായി ഭിന്നശേഷി സർട്ടിഫിക്കറ്റിനും UDID കാർഡിനും അപേക്ഷിക്കുന്നവർ ഓൺലൈൻ മുഖേനയോ അല്ലെങ്കിൽ അക്ഷയ സെന്റർ വഴിയോ അപേക്ഷ നൽകിയതിനു ശേഷം സംശയങ്ങൾക്ക് വേണ്ടി മേൽപ്പറയുന്ന രേഖകളുമായി അദാലത്തിൽ പങ്കെടുക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9675710012, മറ്റൊരു നമ്പർ 9895302954 നമ്പറുകളിലോ ബന്ധപ്പെടാവുന്നതാണ്. ഇനി ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6,785 രൂപയും പവന് 54,250 രൂപയും രേഖപ്പെടുത്തി. കല്ലൂർ നായരങ്ങാടി വടുതല പത്മനാഭൻ അന്തരിച്ചു. 65 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പുഷ്പയാണ് ഭാര്യ. മകൻ അനൂപ്. ചെങ്ങാലൂർ ശാന്തിനഗർ വലൂപ്പറമ്പിൽ ശശി അന്തരിച്ചു. 68 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. വെണ്ടോർ ചെറിയത്ത് ചുക്കിരി ജോണി അന്തരിച്ചു. 97 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ആൻഡോ, ഫിലിപ്പ്, ജോസ്, മേഴ്സി, മിനി എന്നിവർ മക്കളും. ലിസി, റൂബി, സിസി, കുര്യാക്കോസ്, സെബാസ്റ്റ്യൻ എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. പാലപ്പിള്ളിയിൽ പുലിയുടെ സാന്നിധ്യം നിരന്തരമുണ്ടാവുന്നതോടെ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ച് വനംവകുപ്പ്. കാരികുളം, മുപ്ലി, കുണ്ടായി എന്നിവിടങ്ങളിലാണ് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചത്. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ അനധികൃതമായി സ്ഥാപിച്ചിട്ടുള്ള പരസ്യ ബോർഡുകളും ബാനറുകളും നീക്കം ചെയ്തു. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി. വരന്തരപ്പള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും 5 വയസ്സുകാരന് മരുന്ന് മാറി നൽകിയതായി പരാതി. പറപ്പൂക്കര പള്ളിയിലെ വിശുദ്ധ ലോന മുത്തപ്പന്റെ തിരുനാൾ ഭക്തി നിർഭരമായി. ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ നിരവധി ആളുകളാണ് എത്തിയത്. തെങ്ങ് മുറിക്കാൻ മുകളിൽ കയറിയിരുന്ന ആൾ തെങ്ങുമറിഞ്ഞു വീണ് മരിച്ചു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്.
പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.